ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് J7 Pro ആണ്. സാംസങ്ങിൻ്റെ J7 Pro എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേ ഫുള്ളും ഈ ബ്ലൂ കളറായി പോയി. ഇതൊരു ഡാമേജ് ആണ്. LED ഡിസ്പ്ലേകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡാമേജ് ആണ്. ഇത് നമുക്ക് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ അല്ലാതെ വേറൊരു വഴിയില്ല. അല്ലാതെ ഡിസ്പ്ലേ റിപ്പയറിങ്ങും നടക്കില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് ഡിസ്പ്ലേ പുറത്തേക്ക് എടുക്കാം. ഇത് ഒരു പ്രാവശ്യം മാറിയ ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ തന്നെ റീപ്ലേസ് ചെയ്തിട്ടേക്കണതാണ്. അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ അഴിക്കണത് റഫായിട്ടാണ് അഴിക്കണത്. കാരണം നമുക്കിത് ഓൾറെഡി പോയ ഡിസ്പ്ലേ ആണല്ലോ. അപ്പോൾ നമ്മളധികം കെയർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ അടിഭാഗം കെയർ കൊടുക്കണം. കാരണം ആ ഒരു ഫിംഗർ പ്രിൻറ്റും പിന്നെ ആ നാവിഗേഷൻ ബട്ടൻ്റെ ഒക്കെ കണക്ഷനുകളുള്ളതാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. LED ഡിസ്പ്ലേകൾ ഈ പഴയ മോഡലിലൊക്കെയും അടിയിലാണ് ഗമ്മിട്ട് വരാം. സൈഡിലുണ്ടാവും, അതേപോലെ തന്നെ അടിയിൽ സെൻട്രലായിട്ടുണ്ടാവും ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടാവും. നല്ല കട്ടിയുള്ള പശയുള്ളത്. അപ്പോൾ അത് ഇളക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ വല്ല ചാർജിങ് പോർട്ട് മാറുന്ന കംപ്ലൈൻറ്റിനൊക്കെ ഡിസ്പ്ലേ ഇളക്കുമ്പോൾ അത്രയും കെയർ കൊടുത്തിട്ട് വേണം ഇളക്കാനായിട്ട്. തിരക്ക് പിടിച്ച് ഇളക്കി കഴിഞ്ഞാൽ LED ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു കൈ കൊണ്ടു കഴിഞ്ഞാൽ അത് പോവും. പണ്ട് ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്. ഈ ഒരു ടാപ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള പശയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ലോക്ക് ഉണ്ടാവാറുണ്ട് ഈ ഡിസ്പ്ലേ കണക്ടറിൻ്റെ മുകളിൽ. ഇപ്പം ഇതിലതില്ല. മുമ്പ് മാറിയപ്പോൾ അത് ഇടാൻ മറന്നതായിരിക്കാം. ഇതാണ് അഴിച്ചെടുത്തപ്പോൾ ഉള്ള ഒരു കോലം. അപ്പം നമുക്ക് ഇനി ഈ ഒരു പഴയ ഗമ്മൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്താലാണ് കറക്റ്റായിട്ട് അത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ നമ്മളിനി റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഒരു LCD ഡിസ്പ്ലേ ആണ്. കാരണം കസ്റ്റമറുടെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് ഒരു LCD ഡിസ്പ്ലേയിലേക്കാണ് മാറാൻ പോണത്. ആ ഡിസ്പ്ലേ ഒന്ന് കണക്ട് ചെയ്യാം. അത്യാവശ്യം ബ്രൈറ്റ്നസ്സും ക്ലാരിറ്റിയൊക്കെ ഉള്ള ഡിസ്പ്ലേ ആണ്. പക്ഷെ LED ഉപയോഗിച്ച ഒരാൾക്ക് ഇതിലേക്ക് മാറുമ്പോൾ ആ ഒരു വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഓണായി വന്നിട്ടുണ്ട്. ലോഗോ കാണാം, ഗാലക്സി J7 Pro. ഈ ഒരു LCD ഇടുമ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസിങ് കുറയും. ചെറിയ രീതിക്ക് ഗ്യാപ്പ് വരാനുള്ള ചാൻസുകളുണ്ട്. ഒരുപാട് ഗ്യാപ്പ് വരുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ അത് മാറ്റിയിട്ട് വേറൊരു ഡിസ്പ്ലേ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഗമ്മൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. എങ്ങനെയാണ് റിപ്പയറിങ് ചെയ്യണത്, അതല്ലാതെ ഫോണിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അൺബോക്സ് ഹാബിറ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഡിസ്പ്ലേ ഓണായി വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. ഈ ടച്ചും ബ്രൈറ്റ്നസ്സും പിന്നെ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസറും ഈ നാവിഗേഷൻ ബട്ടൺസും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഇപ്പോൾ ക്ലാരിറ്റി ഒന്നും വലിയ കുറവെന്ന് പറയാനില്ല. അത്യാവശ്യം ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള ക്ലാരിറ്റി ഉണ്ട്. പിന്നെ LCDയിലേക്ക് മാറുമ്പോൾ പവർ കൺസപ്ഷൻ കൂടും. ചാർജ് പെട്ടെന്ന് ഇറങ്ങണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ CID മോഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ കളറും RGB കളറും ടച്ചും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസർ ഈ ഒരു മോൾ ഭാഗം മുട്ടി ചെയ്യുന്നാൽ മാത്രമാണ് പ്രോക്സിമിറ്റി സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കണ്ടോ? അപ്പോൾ അവിടെ ചെറിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ സെൻസർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. പൊട്ടിക്കുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ, റീസെൻറ്റ് ബട്ടൺ എല്ലാം ചെക്ക് ചെയ്യണം. ഇനി ടച്ചിൽ നമ്മൾ ഇത് മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ഈ ഉറക്കുന്നത് മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പിൻ്റെ ഐക്കൺ എടുത്ത് ഡ്രാഗ് ചെയ്ത് നോക്കണം അത് വിട്ടു പോകണ്ടോ എന്നുള്ളത്. വിട്ടൊന്നും പോകില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ബ്രൈറ്റ്നസ് ആയാലും മറ്റേ LED കുറച്ചാലും എന്തെങ്കിലും കാണാൻ പറ്റും. ഫുള്ള് കുറച്ചാലും LCD ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് കുറച്ച് ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഇട്ട് തന്നെ ഇറങ്ങണം. ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആക്കിയാലും മതി.
അങ്ങനെ ഏകദേശം നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പവർ ഓഫ് ചെയ്തിട്ട് ഇത് ഗം വെച്ച് ഒട്ടിക്കാം. ഈ ജെ സീരീസിലെ ഓരോ ഫോണുകളും ഓരോ തരത്തിലാണ് നമ്മൾ ഡിസ്പ്ലേ അയക്കണത്. ചിലതിൻ്റെ ബാക്ക് സൈഡിൽ കണക്ടർ തന്നെ ഉണ്ടാവും, ചിലതിൻ്റെ ഡിസ്പ്ലേയുടെ അടിയിലായിരിക്കും. അപ്പം അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പം നമുക്ക് ഒട്ടിക്കണേക്ക് മുമ്പ് ഈ ക്യാമറയും പ്രോക്സിമിറ്റി സെൻസറും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഈ ഗമ്മിടുന്നത് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും കാണിക്കണേ, വെറുതെ ടൈം കളയണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ. ഗമ്മിടുന്ന സമയത്ത് കറക്റ്റ് ആ ഉള്ളിൽ ആ ഒരു ബീഡിങ് ഉണ്ടല്ലോ, ആ ബീഡിങ്ങിൽ തന്നെ ഇടാൻ നോക്കാം. ഗമ്മിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ വെച്ച് സെറ്റ് ചെയ്യണം. ഡിസ്പ്ലേ കണക്ടർ അത്യാവശ്യം ടൈറ്റിലിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ആ ലോക്ക് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ലൂസുള്ള കണക്ടറൊക്കെ ആണെങ്കിൽ മുകളിൽ എന്തെങ്കിലും പാക്കിങ് വെക്കണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പതുക്കെ ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ കണക്ടർ വിട്ടുപോകും. കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഓവർ ടൈറ്റ് ആക്കാൻ പാടില്ല. കറക്റ്റ് ആ ഡിസ്പ്ലേ ആ സീറ്റിങ്ങിലേക്ക് ഇരിക്കാനായിട്ട് എത്ര ടൈറ്റാണ് വേണ്ടത് എന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് ആ മുട്ടിയിരിക്കാൻ എത്ര ടൈറ്റാണ് വേണ്ടത് ആ ടൈറ്റ് മാത്രം കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡാമേജ് വരും. ഈ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യണം കേട്ടോ. പ്രോക്സിമിറ്റി സെൻസറും ഈ ബട്ടൺസൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, നാവിഗേഷൻ ബട്ടൺസൊക്കെ. അതല്ലെങ്കിൽ പിന്നീട് ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇരട്ടിപ്പണിയാവും വീണ്ടും ഗമ്മഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോഴാകുമ്പോൾ അതൊന്ന് എളുപ്പത്തിലാണ് നമുക്ക് ചെയ്യാൻ കണ്ടോ. ബാക്ക് ബട്ടൺ റീസെന്റ് ബട്ടൺ വർക്കിംഗ് ആണ്. ഇനി സെൻസർ ഒന്ന് നോക്കാം. സെൻസറും പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൈ വെക്കുമ്പോൾ തന്നെ അത് വരുന്നുണ്ട്, ഡിക്റ്റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു വർക്കിംഗ് നടക്കണതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഡിസ്പ്ലേ മാറ്റണത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.